പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്ന് പറഞ്ഞാൽ എന്താ? ആ മുഖമുദ്ര എന്ന് പറയുന്നത് തികഞ്ഞ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി താൻ എന്താണോ വിചാരിക്കുന്നത് അത് നടപ്പിലാക്കും എന്നതാണ്. താൻ നടപ്പിലാക്കാൻ ശ്രമിച്ച പല വിഷയങ്ങളിൽ നിന്നും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ പിന്തിരിഞ്ഞോടേണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 10 വർഷം കാലം എന്ന് ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ 5 വർഷക്കാലം പിണറായി വിജയൻ എന്ത് വിചാരിച്ചാലും നടക്കും എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയനെ ഒരുപാട് തവണ മുട്ടികുത്തിച്ച ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവിൻ്റെ പേരാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ 2021 നിർഭാഗ്യവശാൽ വളരെ അൺസെറിമോണിയസായി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹം ഒരു ഔദ്യോഗിക സ്ഥാനവുമില്ലാതെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വളരെ സക്രിയമായി നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ എന്ത് തോന്നിയാലും ചെയ്യും എന്നുള്ള ഞാൻ പറഞ്ഞ ആ വാദം ഞാൻ പിൻവലിക്കുന്നു. കഴിഞ്ഞ 2016 മുതൽ 2021 വരെ ഒരുപാട് തവണ പിണറായി വിജയനെ ടേൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ 2021, 2026 കാലഘട്ടത്തിലെ പിണറായി വിജയൻ പുതിയൊരു പിണറായി വിജയനായിരുന്നു. 2016, 2021 കാലത്തെ പിണറായി വിജയൻ എന്ന് പറയുന്നത് താൻ എന്തു വിചാരിച്ചാലും, താൻ എന്തു മനസ്സിൽ കണ്ടാലും, തൻ്റെ മനസ്സിലേക്ക് എന്ത് കടന്നു വന്നാലും അത് അണുവിട വ്യത്യാസമില്ലാതെ നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരിയോ ഒരു ഏകാധിപതിയോ ആയിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിൽ പിണറായി വിജയൻ. നമുക്കറിയാം, കേരളത്തിലെ പാർട്ടി CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി കഴിഞ്ഞ 5 വർഷക്കാലമായി ലിറ്ററലി ഈ പിണറായി വിജയൻ്റെ ചവിട്ടടിയിലാണ്. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മോഹൻലാലുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ തനിക്ക് പാർട്ടിയെ മാത്രമേ പേടിയുള്ളൂ, തനിക്ക് പേടി ആകെ പാർട്ടിയെ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. ഇംഗ്ലീഷിൽ ഹംബക്ക് എന്ന് പറയും, അബ്സേർഡിറ്റിയാണ്. അയാളുടെ ചവിട്ടടിയിൽ കിടക്കുകയാണ് കേരളത്തിലെ പാർട്ടി. ഒരുപക്ഷെ അയാൾക്ക് പാർട്ടിയെ പേടിയുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പാർട്ടിയെ പേടിയുണ്ട്, പക്ഷേ ആ പാർട്ടി എൻ്റെ ചവിട്ടടിയിലുണ്ട് എന്നുകൂടി പറയുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയുണ്ട്. അയാൾ ഇരിക്കാൻ പറഞ്ഞ കിടന്നുരുളുന്ന ഒരു ഹാസ്യ കഥാപാത്രമായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മൾ 3-4 വർഷക്കാലമായി നമ്മൾ കണ്ടുപോയി. അതായത് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി താണു വീണ് കേഴുന്ന ഒരു പാർട്ടി സെക്രട്ടറി. പാർട്ടി സംവിധാനം പൂർണ്ണമായും പിണറായി വിജയൻ്റെ കീഴിൽ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി വിജയൻ്റെ ചവിട്ടടിയിൽ, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും പിണറായി വിജയൻ്റെ ചവിട്ടടിയിൽ, അടിമ കണ്ണുകളുടെ ഒരു കൂട്ടമാണ് ഈ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി കൂടി ആർക്കും ഒന്നും പറയാനില്ല. കാരണം അധികാരത്തിൽ ഇങ്ങനെ അർമാദിക്കുകയാണ്. അടുത്ത 5 വർഷം കൂടെ എങ്ങനെയും കയറണം, അതിനുവേണ്ടി മുട്ടയെ മുട്ടിച്ച് പിണറായി വിജയൻ്റെ മുമ്പിൽ മുട്ടിൽ ഇഴയുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇനി സംസ്ഥാന സർക്കാർ നമ്മൾ എടുത്തു നോക്കൂ. പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്നവന്മാരല്ലേ ഈ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിലുള്ളത്. CPIയുടെ കുറച്ച് മന്ത്രിമാരുണ്ട്, പേര് പോലും എനിക്ക് ഓർമ്മയില്ല. പണ്ട് അധികാരന്മാരിരുന്ന കസേരയിൽ ഈ ചന്ദ്രശേഖരന്മാർ മുതൽ ചന്ദ്രശേഖരൻ, PS ശ്രീനിവാസൻ, PK രാഘവൻ, അങ്ങനെ എത്ര വലിയ അധികാരന്മാരിരുന്ന കസേരയിൽ ഇരിക്കുന്ന കുറേ പിള്ളേർ, കുറേ ഈ പറഞ്ഞാൽ പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ വിറയ്ക്കുന്ന കുറച്ച് പിള്ളേർ CPIയുടേത്. പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. പിണറായി വിജയൻ തന്നെ മരുമകനെ കൊണ്ടുവന്ന് 2 സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പോൾ പിണറായി വിജയൻ നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന കുറേ മന്ത്രിമാർ. അപ്പോൾ മന്ത്രിസഭയും അയാളുടെ കീഴിൽ, സർക്കാരും അയാളുടെ കീഴിൽ, പാർട്ടിയും അയാളുടെ കീഴിൽ, എല്ലാം പിണറായി വിജയൻ്റെ ഉള്ളം കയ്യിൽ അല്ലെങ്കിൽ ചെരുപ്പിനടിയിൽ. അതല്ലേ കഴിഞ്ഞ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് എന്ത് വിചാരിക്കുന്നോ അത് നടക്കും. തനിക്കെതിരെ പ്രതിഷേധിക്കുന്ന പിള്ളേരുടെ തലതല്ലി പൊട്ടിക്കണം എന്ന് വിചാരിച്ചാൽ അവരുടെ തലതല്ലി പൊട്ടിക്കും. തനിക്കെതിരെ പ്രതിഷേധം നടത്തുന്നവരെല്ലാം അടിച്ച് അവരുടെ കൈയും കാലും ഒടിക്കണമെങ്കിൽ അത് അയാൾ അടിച്ചു പൊട്ടിക്കും. സർക്കാരിൻ്റെ കടം 6 ലക്ഷം രൂപയായിരിക്കുന്ന സമയത്തും 1.5 കോടി രൂപ മുടക്കി അയാൾക്ക് ഒരു കാറ് മേടിക്കണം എന്ന് തോന്നിയാൽ ആ കാറ് അയാൾ മേടിക്കും. അയാളുടെ കന്നുകാലി തൊഴുത്ത് പോലും അയാൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നവീകരിക്കും. അപ്പോൾ എന്ത് അയാളുടെ മനസ്സിൽ തോന്നുന്നോ അത് ചെയ്യുന്ന ഒരു ഏകാധിപതിയായി ആണ് പിണറായി വിജയൻ കേരളത്തിൽ വാണരുളിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ? സർക്കാരിൻ്റെ ഒരു സിവിൽ സർവീസ് ഉണ്ട്, ബ്യൂറോക്രസി. ആ ബ്യൂറോക്രസിക്ക് നേതൃത്വം നൽകുന്നത് IASകാരാണ്. IASകാർ ഈ പറഞ്ഞ പോലെ ആ ബ്യൂറോക്രസി ഇടത് ഗവൺമെൻറ് വന്നാലും വലത് ഗവൺമെൻറ് വന്നാലും അത് മാറ്റമില്ലാതെ അവിടെ തുടരും.
അത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പ്രധാനമായി IAS ഉദ്യോഗസ്ഥന്മാർ. പിന്നെ അവരുടെ കീഴിലോട്ടുള്ളവരെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട വകുപ്പുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നവരാണ് ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാർ. IAS ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ്റുകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര നിർലജ്ജമായി IAS ഉദ്യോഗസ്ഥന്മാരെ ഒരുമാതിരി വീട്ടുജോലിക്കാരെ പോലെ കൈകാര്യം ചെയ്യുന്ന IAS അതായത് നിൽക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുന്ന ഒരു IAS വൃന്ദത്തിനെയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഒരുത്തിനൊരുപ്പുണ്ട്, ഞാൻ അയാളുടെ പേര് പറയാൻ പോലും എനിക്ക് നാണക്കേടാണ്. അത്രയ്ക്ക് ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ ആരോപണങ്ങൾക്കുമേൽ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരുത്തനാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കുന്നത്. മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞ കേരളത്തിലെ ഏതാണ്ട് നൂറുകണക്കിന് കോടി രൂപയുടെ വനം കൊള്ള നടത്താൻ കാരണമായിട്ടുള്ള ഉത്തരവിറക്കിയ ഒരുത്തനാണ് അവിടെ ചീഫ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് എൻ്റെ നാക്ക് ചീത്തയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ റിട്ടയർഡ് ഒരുത്തൻ ഇരിപ്പുണ്ട് ഇയാളുടെ ഓഫീസിൽ, KM അബ്രഹാം. അത് പിന്നെ ഓരോ പ്രത്യേക വീഡിയോകളൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പിന്നീട് പറയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾ നമ്മൾ എടുത്ത് നോക്കിയാൽ ഈ സിവിൽ സർവീസിനെ അല്ലെങ്കിൽ ഈ IAS വൃന്ദത്തെ ഇത്രയേറെ ഒരു സൈസ് ഈ ഭരണകൂടത്തിൻ്റെ കോടാലിക്കൈയാക്കി മാറ്റിയ, ഭരണകൂടത്തിന് ഈ ജനങ്ങളെ അടിക്കാനുള്ളൊരു വടിയാക്കി മാറ്റിയ ഒരു സംവിധാനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സർക്കാർ അവരുടെ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ IASനെ മൊത്തം തങ്ങൾക്ക് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റിയ ഒരു ഭരണകൂടത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഇനി IASകാരുടെ ഭാഗത്ത് നോക്കിയാലോ, ഒരു വനിത എവിടെ ഇരിപ്പുണ്ട്, എന്താണ് അദാനി പോർട്ടിൽ ഇരിപ്പുണ്ട് ഒരു വനിത. എന്താ അവരുടെ പേരെന്തോ അയ്യർ, ദിവ്യ S അയ്യർ എന്നാണ് അവരുടെ പേര്. അവരൊക്കെ വന്നിട്ട് എത്ര ഉളുപ്പും ലജ്ജയും ഇല്ലാതെയാണ് ഈ പിണറായി വിജയനെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അവരെ കുറിച്ചിട്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് അവർ ഈ കാണിക്കുന്ന ഈ വിധേയത്വം കണ്ടാൽ നമുക്ക് നാണക്കേട് തോന്നും. അതുപോലെ തന്നെ വേറൊരു വനിത കഴിഞ്ഞ ദിവസം ഈ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ UDF കംസ് ടു പവർ എന്ന് ആശങ്കപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥ. അവരുടെ പേര് ഞാനറിയാം, അവർ ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള സർക്കാർ ഇരിക്കാൻ പറഞ്ഞാൽ സർക്കാർ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർ അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയേറെ വിധേയപ്പെട്ട ഒരു IAS വൃന്ദത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് പല IAS ഉദ്യോഗസ്ഥന്മാരുടെയും പല ലീലാവിലാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ വേറെ വീഡിയോകളിലൊക്കെ ഞാൻ കൊണ്ടുവരാം. സുഹൃത്തുക്കളെ, അങ്ങനെ താൻ എന്ത് വിചാരിച്ചാലും നടത്തുന്ന ഒരു ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ പിണറായി വിജയന് പൂർണ്ണമായും വഴങ്ങി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, ഒരു ബ്യൂറോക്രസി ഈ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഒരു IAS ഉദ്യോഗസ്ഥൻ ഞെളിഞ്ഞ് നെഞ്ചു വിരിച്ച് നിന്ന് പിണറായി വിജയനോട് പോരാടുന്നതും യുദ്ധം പ്രഖ്യാപിക്കുന്നതും ജയിക്കുന്നതും കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവണ്ടേ സുഹൃത്തുക്കളെ? നമുക്കൊരു ആത്മനിർവൃതി ഉണ്ടാവണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. ഇത്രയും വലിയ ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയനോട് ആരുടെ പോരിന് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കുന്നു. അത്ഭുതകരമല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ആലോചിച്ച് നോക്കി. CPM പോലും പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിയാൽ മൂത്രമൊഴിക്കുന്നവന്മാരുള്ളപ്പോൾ പിണറായി വിജയൻ എന്ത് വൃത്തികേടും എന്ത് തരത്തിലും സ്വാധീനിക്കാൻ കഴിയുന്ന IASകാരുടെ ഇടയിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ശ്രീമാൻ B അശോക്. അദ്ദേഹം കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറിയും കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഒക്കെയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ സർക്കാരിനെതിരെ നേടിയൊരു വിധിയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ്റെ മുഖം അടച്ചു കൊടുത്ത ഒരു അര ഡസൻ അടികളാണ് എന്നാണ് ഞാൻ പറയുന്നത്. പിണറായി വിജയൻ്റെ 2 കരണക്കുറ്റിക്കിട്ടും കിട്ടിയ അടിയോടടിയാണ് ഈ B അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ IAS ഉദ്യോഗസ്ഥൻ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ വിധി. എന്താണ് ആ വിധിയിൽ പറയുന്നത്? ആ വിധിയിൽ പറയുന്നത് IAS ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർവീസിലുള്ളവരാണ്. IAS ഉദ്യോഗസ്ഥന്മാർ പിന്നെ സെൻട്രൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ്. സംസ്ഥാനത്ത് അവർ പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള കുറേ പോസ്റ്റുകളുണ്ട് കേരളത്തിൽ. ആ പോസ്റ്റുകളിൽ IAS ഉദ്യോഗസ്ഥന്മാർ മാത്രം ഇരിക്കാൻ പാടില്ല. അത് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ്. ആ പോസ്റ്റുകളിലാണ് പതിറ്റാണ്ട് കാലമായി IAS ഉദ്യോഗസ്ഥന്മാർ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ പിണറായി വിജയൻ വന്നപ്പോഴത്തേക്ക് പിണറായി വിജയൻ ആരും ചോദിക്കാനും പറയാനുള്ളൂ. എന്ത് തോന്നിയാസം പിണറായി വിജയൻ ചെയ്യാൻ മടിയില്ലാത്തവനാണല്ലോ പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയൻ തീരുമാനിച്ചു ഇന്ന പോസ്റ്റിൽ IASകാരൻ ഇരിക്കണ്ട. പിണറായി വിജയൻ ഏതെങ്കിലും വിടുപണി ചെയ്യുന്ന എന്തെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ആ റിട്ടയർ ചെയ്ത ഒരുത്തനെ കൊണ്ടുവന്ന് IASൻ്റെ പോസ്റ്റിൽ അവിടെ നിയമിക്കും. അങ്ങനെ അങ്ങോട്ട് നിയമിക്കാൻ തുടങ്ങി പിണറായി വിജയൻ. പല പോസ്റ്റുകളിൽ കേഡർ പോസ്റ്റുകളിലും
പിന്നെ തനിക്ക് ഇഷ്ടമുള്ളവരെ IAS ഉദ്യോഗസ്ഥന്മാരുടെ കേഡർ പോസ്റ്റുകളിലെല്ലാം കൊണ്ടുവന്ന് പിണറായി വിജയൻ ഇഷ്ടമുള്ളവരെ അങ്ങോട്ട് വിന്യസിപ്പിക്കാൻ തുടങ്ങി. അതിനെതിരെ 2023 സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അന്ന് IAS അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റോ മറ്റോ ആയിരുന്ന ഈ B. അശോക് കേസ് കൊണ്ട് കൊടുക്കുന്നു. ആ കേസ് കൊണ്ട് കൊടുക്കുന്നത് എന്താണ്? ന്യായമായ തങ്ങളുടെ ആവശ്യമാണ്, തങ്ങളുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആവശ്യമാണ്. തങ്ങൾക്ക് റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റിൽ IAS ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ IAS ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ പിന്നെ അശോക് കൊണ്ടുവന്ന് 2023 സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പിന്നെ ബന്ധപ്പെട്ട എതിർകക്ഷികൾക്കെതിരായിട്ട് കൊടുത്തത്. അപ്പോൾ പിണറായി വിജയൻ ആരടാ എനിക്കെതിരെ ഇറങ്ങി വന്നിരിക്കുന്നവൻ? ഇപ്പം വെറും ഒരു ക്രിമിയല്ലേ എൻ്റെ മുന്നിൽ? മുഖ്യമന്ത്രിയായി ഞാനിവിടെ ഇരിക്കുമ്പോൾ ഏത് IAS കാരനാണ് എനിക്കെന്ന് പറഞ്ഞിട്ട് 1 അല്ല 2 അല്ല 3 തവണ പിന്നെ അശോകനെ സ്ഥലം മാറ്റി. എന്തോ ഭരണപരിഷ്കാര കമ്മീഷനോ എവിടെയൊക്കെയോ ആയിട്ട് കൊണ്ടുവന്ന് സ്ഥലം മാറ്റി. പക്ഷേ ആ സ്ഥലം മാറ്റിയ സമയത്തും സാധാരണ മറ്റു IAS ഉദ്യോഗസ്ഥന്മാരെ പോലെ B. അശോക് വാലും ചുരുട്ടി കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടി ഓടിയില്ല. B. അശോക് ഞെളിഞ്ഞു നിന്നു, നെഞ്ചു വിരിച്ചു നിന്നു, പിണറായി വിജയനോട് യുദ്ധം പ്രഖ്യാപിച്ചു. ആ കേസുകളുമായി അശോക് പിന്നെ സധൈര്യം മുന്നോട്ട് പോയി, ആർജവത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി അശോക് മുന്നോട്ട് പോയി. പിണറായി വിജയൻ അതിൻ്റെ ഇടയിൽ 3 പ്രാവശ്യം സർക്കാരിനെതിരെ കേസ് കൊടുത്തു എന്നുള്ളതുകൊണ്ട് തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിനെതിരെ കേസ് കൊടുത്തപ്പോൾ 1 അല്ല 2 അല്ല 3 തവണ പിന്നെ അശോകനെ സ്ഥലം മാറ്റി. അശോക് പിൻവാങ്ങിയില്ല. ആർജവമുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു B. അശോക്. അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് വിധി വന്നു. എന്താ വിധി വന്നത്? ആ വിധി എന്ന് പറയുന്നത് കേഡർ പോസ്റ്റുകളിൽ IAS ഉദ്യോഗസ്ഥന്മാരുടെ കേഡർ പോസ്റ്റുകളിൽ ഒരൊറ്റ പിന്നെ IAS കാരനല്ലാത്തവനെ വെച്ച് പൊറുപ്പിക്കരുത്. കോടതി പിന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവിടെ പറഞ്ഞു, ഞങ്ങൾ ഈ വിധി പ്രഖ്യാപിക്കുന്ന സമയം മുതൽ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥൻ്റെ പോസ്റ്റിൽ IAS കാരല്ലാത്തവരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങിപ്പോയിക്കോണമെന്ന് പറഞ്ഞു. എല്ലാവരും ഓടിച്ചു വിട്ടു. എക്സൈസ് കമ്മീഷണറായിട്ട് പിണറായി വിജയൻ്റെ പിന്നെ വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള MR അജിത് കുമാർ റിപ്പോർട്ട് ഇറങ്ങി ഓടി. IMG ഡയറക്ടറായിട്ട് 960 വയസ്സിൽ റിട്ടയർ ചെയ്ത ഒരുത്തൻ പിന്നെ 74 വയസ്സായിട്ടും കയറി ഇരിപ്പുണ്ട്, ഒരു മഹാമാന്യൻ. ആ മാന്യൻ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പിന്നെ പ്രസിഡൻ്റാണ്. അയാളുടെ പേരാണ് K. ജയകുമാർ. 60 വയസ്സിൽ റിട്ടയർ ചെയ്ത ആളാണ്. 74 വയസ്സായിട്ടും അള്ളിപ്പിടിച്ച് കിടക്കുന്ന ലജ്ജയും നാണവും ഉളുപ്പുമില്ലാത്ത ഒരുത്തനാണ് ഈ K. ജയകുമാർ. അയാളെ IMG ഡയറക്ടറായിട്ട് നിയമിച്ചു. IMG ഡയറക്ടറുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ എന്നായിരുന്നു IAS കാർക്ക് വേണ്ടി പിന്നെ റിസർവ് ചെയ്തിട്ടുള്ള ആ പോസ്റ്റിൻ്റെ പേര്. ഇയാൾ എന്ത് ചെയ്തു? പിണറായി വിജയൻ എന്ത് ചെയ്തു? ആ ഡയറക്ടർ ജനറൽ എന്നുള്ള മാറ്റിയിട്ട് ഡയറക്ടർ എന്നാക്കിയിട്ട് ജയകുമാറിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പം നാളെ ചീഫ് സെക്രട്ടറി എന്നുള്ള സ്ഥാനത്തിന് മാറ്റിയിട്ട് ചീഫ് സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞിട്ട് തർമ്മടത്ത് നിന്ന് വേണമെങ്കിൽ ഒരുത്തനെ കൊണ്ടുവന്ന് നാളെ ചീഫ് സെക്രട്ടറി ആയിട്ട് അവിടെ വയ്ക്കാം. അപ്പോൾ തോന്നിയ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോടതി പറഞ്ഞ് മര്യാദയ്ക്ക് അവിടെ നിന്ന് എല്ലാവരും മാറ്റിക്കൊണ്ടെന്ന് പറഞ്ഞു. MR അജിത് കുമാറൊക്കെ ഇറങ്ങി ഓടി. K. ജയകുമാർ അതിനു മുമ്പ് പിന്നെ ഇയാളെ ഇറക്കി വിട്ട് ചവിട്ടി ബൂട്ട് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് അയാൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി പോയതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു വന്ന് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏകാധിപതിയും താൻ പ്രമാണിയുമായിട്ടുള്ള ഓട്ടോക്രാറ്റായിട്ടുള്ള പിണറായി വിജയന് ഈ ഇലക്ഷൻ 1.5 മാസം മുമ്പ് കിട്ടിയ ഏറ്റവും വലിയൊരു അടി, ആ അടി കൊടുത്ത ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള B. അശോകിന് നമ്മൾ പൊതുജനങ്ങൾക്ക് B. അശോകിനോട് നന്ദി ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമുക്കെല്ലാവർക്കും വേണ്ടി കൂടിയാണ്, ജനങ്ങൾക്ക് കൂടി വേണ്ടിയാണ് പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടം B. അശോക് നയിച്ചത് എന്ന് നമുക്ക് കാണണം. അദ്ദേഹത്തെ 1 അല്ല 2 അല്ല 3 തവണ ട്രാൻസ്ഫർ ചെയ്തു. പോകില്ലേ എന്ന് പറഞ്ഞു അശോക് നേടിയ വിജയം അത് ജനങ്ങളുടെ വിജയമാണ്. അത് പിണറായി വിജയൻ്റെ മുഖത്ത് കിട്ടുന്ന ഒരു അടിയാണ്. പിണറായി വിജയൻ്റെ മുഖത്ത് കിട്ടിയ ഒരു 1/2 ഡസൻ അടിയായിട്ടാണ് ഈ അശോക് നേടിയ ഈ ഉജ്ജ്വല വിജയത്തെ ഞാൻ കാണുന്നത്. ഇനി പിണറായി വിജയന് ഈ IASൻ്റെ കേഡർ പോസ്റ്റുകളിൽ ഒരു IAS അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയും കൊണ്ടുവെക്കാൻ കഴിയാത്ത നിലയിലുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള വിധി നേടിയ ഈ B. അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ IAS ഉദ്യോഗസ്ഥന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഒരു റെഡ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.